എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ കൈ കഴുകുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടെങ്കിൽ, മോതിരോ ചെയിനോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം റണ്ണിങ് വാട്ടറിന് താഴെ കൈ വെച്ചതിന് ശേഷം നന്നായിട്ട് കൈകൾ നനച്ചെടുക്കുക. കൈകൾ നനച്ചതിന് ശേഷം ടാപ്പ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് കയ്യിലെ സോപ്പോ ഹാൻഡ് വാഷോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് കഴുകാൻ നേരത്ത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യം, നമ്മൾ ജസ്റ്റ് ഇത്രയും മാത്രം ചെയ്തിട്ട് പോകും. എന്നാൽ അങ്ങനെയല്ല, നമ്മളുടെ കൈകളുടെ ഇടയ്ക്കുള്ള ഭാഗം, നെയിലിന് താഴെയുള്ള ഭാഗം, കൈകളുടെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് സോപ്പ് എല്ലാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്ക്രബ് ചെയ്ത് 20 സെക്കൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈകൾ നന്നായിട്ട് പതപ്പിച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റണ്ണിങ് വാട്ടറിൽ തന്നെ നമ്മൾ കൈകൾ കഴുകുക. കൈ കഴുകിയതിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും നല്ല വൃത്തിയുള്ള ടവലുകൾ യൂസ് ചെയ്തിട്ട് മാത്രം കൈകൾ തുടയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഉണങ്ങാനായിട്ട് വിടുക. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ കഴുകേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ കൈകൾ അത്രയും ഡേർട്ടി ആണ് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൈകൾ കഴുകാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഫുഡ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ എന്തായാലും മസ്റ്റായിട്ട് ഇത്രയും സെക്കൻഡ്സ് കൈകൾ കഴുകണം. ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് കൈകൾ കഴുകണം. ഇത് കൂടാതെ തന്നെ നമ്മൾ വളരെ ക്ലീൻ അല്ലാത്ത ഏതെങ്കിലും സർഫേസിൽ തൊടുകയാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പൊടി പിടിച്ചിടക്കുന്ന ബാസ്ക്കറ്റിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി തൊടുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ട് കൈകൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള പെറ്റിനെ പിടിച്ചതിന് ശേഷം, നമ്മുടെ വീട്ടിലല്ലാതെ ഡൊമസ്റ്റിക് ആനിമൽസിനെയൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് കൈകൾ കഴുകണം. അതുപോലെ തന്നെ നമ്മൾ മൂക്കിൽ തൊടുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുമ്മുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ടായിരിക്കും അത് കവർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉടൻ തന്നെ പോയിട്ട് കൈകൾ കഴുകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ബ്ലഡോ അല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിലുള്ള മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സിലൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് കൈകൾ കഴുകണം. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ മുറിവുകൾ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൾ കഴുകേണ്ടതും അത്യാവശ്യം തന്നെയാണ്. മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപും ശേഷവും നമ്മൾ മസ്റ്റായിട്ട് കൈകൾ കഴുകണം. രോഗികളായിട്ടുള്ള ആരെങ്കിലും കാണാൻ പോകുന്നതിന് മുൻപും കണ്ടുവന്നതിന് ശേഷവും മസ്റ്റായിട്ട് സാനിറ്റൈസർ വെച്ചിട്ട് കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം കൈകൾ ഒന്നുകൂടെ കഴുകാം. അതുകൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ്, നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപും അതിന് ശേഷവും നമ്മൾ കൈകൾ കഴുകണം. ഇതുകൂടാതെ നമ്മൾ കോൺടാക്ട് ലെൻസുകൾ കണ്ണിൽ വെക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതിന് മുൻപും ശേഷവും കൈകൾ കഴുകാൻ മറക്കരുത്. ഇങ്ങനെ ഒരു ദിവസം പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞ് അതിനുശേഷം അതിന് മുൻപും കൈകൾ കഴുകുക വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ നമ്മൾ കൈ കഴുകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മുതൽ ശ്രദ്ധിക്കാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.